നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, രാജ്യത്ത് എല്ലായ്പ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു മണ്ഡലമാണ് ഉത്തർപ്രദേശിലെ അമേഠി. നമുക്കറിയാം, ആ മണ്ഡലത്തിന് ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം ലഭിച്ചത് രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരുന്ന ആ മണ്ഡലം BJPയുടെ കരുത്തുറ്റ വനിതാ മുഖമായ സ്മൃതി ഇറാനിയുടെ കയ്യിൽ വന്നുപെട്ടതിന് ശേഷമാണ്. അത് കോൺഗ്രസിന് നൽകിയ ഒരു തിരിച്ചടി ചെറുതായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉത്തർപ്രദേശിലെ അമേഠിയിൽ ഒരു കനത്ത പോരാട്ടം തന്നെ അരങ്ങേറിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ഒരുമിച്ച്, അതായത് ഒന്നിച്ചെന്ന് പറയുമ്പോൾ ഇരുവരും ഒന്നിച്ച് എന്നല്ല, ഒരേ ദിവസം ഏകദേശം ഒരേ സമയം തന്നെ അമേഠി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ പരാജയപ്പെടുത്തി അമേഠിയിൽ നിന്നും MP ആയ BJPയുടെ സ്മൃതി ഇറാനി 4 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് തന്റെ സ്വന്തം മണ്ഡലമായ അമേഠിയിൽ എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി ആവട്ടെ തന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ബന്ധപ്പെട്ടാണ് അമേഠിയിൽ വരുന്നത്. 2019 ശേഷം രാഹുൽ ഗാന്ധിയും സ്മൃതി ഇറാനിയും ഒരേ സമയം തന്നെ അമേഠിയിൽ എത്തിയിരിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വെവ്വേറെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇരുവരും ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ഒടുവിലാണ് വീണ്ടും ഇരുവരും ആ തട്ടകത്തിൽ, അമേഠി എന്ന രാജ്യം എപ്പോഴും ഉറ്റുനോക്കുന്ന ആ തട്ടകത്തിൽ പരസ്പരം ഏറ്റുമുട്ടി, അല്ലെങ്കിൽ രണ്ട് വഴികളിലായി രണ്ട് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ട് ആശയങ്ങളുമായി ഒരേ ലോക്സഭാ മണ്ഡലത്തിൽ വന്നിറങ്ങിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇരുവരും തമ്മിൽ കാണാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. നമുക്കറിയാം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുന്നതിന് മുൻപ് 1.5 പതിറ്റാണ്ട് 15 വർഷത്തോളം രാഹുൽ പ്രതിനിധീകരിച്ച മണ്ഡലമായിരുന്നു അമേഠി എന്ന് പറയുന്നത്. ഗാന്ധി കുടുംബവുമായി അമേഠിക്കുള്ള ദീർഘകാലത്തെ ബന്ധമായിരുന്നു അവരുടെ എല്ലാ കാലത്തെയും വലിയ കരുത്ത്. പക്ഷെ അതിനാണ് 2019 അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായത്. എന്തായാലും ആ തോൽവി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വലിയ നാണക്കേടായി തന്നെ, വലിയൊരു കളങ്കമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിയും സ്മൃതി ഇറാനിയും അമേഠിയിൽ നേർക്കുനേർ എത്തുന്നത്. ജനത്തിനും വലിയ ആശങ്കകളുണ്ട്. കാരണം ഒരു വശത്ത് തങ്ങളുടെ പഴയ MP, അതും 1.5 പതിറ്റാണ്ട് തങ്ങളെ നയിച്ച ഒരു MP, മറുവശത്ത് നിലവിൽ തങ്ങളെ നോക്കുന്ന MP. ഈ രണ്ടുപേരും വരുമ്പോൾ പാർട്ടി പ്രവർത്തകർ അല്ലാത്ത സാധാരണ ജനങ്ങൾ ഏത് വശത്തേക്ക് കൂടുതൽ ചായും എന്നുകൂടി കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ചിത്രങ്ങളും വീഡിയോകളും മറ്റും വരും മണിക്കൂറുകൾ തന്നെ പുറത്തു വരുമ്പോൾ നമുക്കും അത് വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.